സുഹൃത്തുക്കളെ, പി അൻവറിൻ്റെ ലക്ഷ്യമെന്ത് എന്ന ചർച്ച നമ്മൾ പല ഘട്ടത്തിൽ നടത്തിയതാണ്. പല ഘട്ടത്തിലും ഇപ്പോൾ CPIM-ൻ്റെ മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി പി വാസുദേവൻ ചൂണ്ടിക്കാട്ടിയതനുസരിച്ച് ലക്ഷ്യം പിണറായിയാണ് എന്ന സംശയം ഉയർന്നു വന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം അതിൽ പറഞ്ഞ പല കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അൻവർ ഉന്നം വെക്കുന്നത് CPM-നെ തന്നെയാണോ എന്ന സംശയം ഉയർന്നു വരികയാണ്. പി അൻവർ ഈ വിവാദമൊക്കെ തുറന്നു വിട്ട സമയത്ത് ഏറ്റവും ആദ്യം അൻവർ ലീഗിനൊപ്പം ചേരുന്നു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു ഉയർന്നു വന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ വിവാദങ്ങൾക്കൊപ്പം KT ജലീലും ഒരു പരിധിവരെ അൻവറിൻ്റെ തോളോട് തോൾ ചേർന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട് CPM എന്ന ലക്ഷ്യത്തിലേക്ക് അൻവർ കടക്കുന്നു, അൻവറിൻ്റെ നീക്കം CPM തന്നെയാണോ എന്ന സംശയം ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോ. വാർത്താ സമ്മേളനത്തിൽ അൻവർ ചൂണ്ടിക്കാണിച്ചത് വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചു എന്നുള്ളതാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് P ശശിയും ADGP അജിത് കുമാറും എന്ന ആരോപണമാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി അൻവർ വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ രണ്ടു പേർക്കുമെതിരെ അതിഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. RSS നേതാക്കളെ ADGP MR അജിത് കുമാർ കണ്ടെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിരുന്നില്ല എന്ന് പറയുകയാണ് പി അൻവർ. ഒരു പരിധിവരെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടല്ല ഇതൊന്നും, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യങ്ങൾ ബാക്കിയായിരുന്നല്ലോ. പക്ഷേ അൻവറിൻ്റെ ഓരോ വാർത്തകൾക്കും ഓരോ വാക്കുകൾക്കും ഒരു ഇരുതല മൂർച്ചയുണ്ട് എന്നതാണ്. ഇപ്പോൾ അൻവർ മുഖ്യമന്ത്രി കണ്ടില്ല എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് P ശശി അവിടെ വീണ്ടും ആരോപണ വിധേയനാകുന്നു. അതിഗുരുതരമായി P ശശിക്കെതിരെ വീണ്ടും ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. P ശശി എന്ന ബാരിക്കേഡിൽ തട്ടി കാര്യങ്ങൾ നിൽക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചതിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുഖ്യമന്ത്രി വിശ്വസിച്ചവരാണ് ചതിച്ചതെന്നും അൻവർ പറയുന്നു. ലോകം മുഴുവൻ കുലുങ്ങിയാലും തനിക്ക് ബോധ്യപ്പെടുന്നതുവരെ മുഖ്യമന്ത്രി കുലുങ്ങില്ല. ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണ ബോധ്യം വരുന്നതോടെ അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും അൻവർ പറയുന്നു. അൻവർ പറഞ്ഞതിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇപ്പോഴും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ ഒരു സ്വഭാവമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് പി അൻവർ ചെയ്തത്. ലോകം മുഴുവൻ കുലുങ്ങിയാലും തനിക്ക് ബോധ്യപ്പെടണം, അതാണ് പിണറായി വിജയൻ്റെ ശൈലി. അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കരുതുന്നത്. ബോധ്യപ്പെട്ടു കഴിഞ്ഞാലായിരിക്കും ഈ നടപടി ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യങ്ങളെല്ലാം വലിയ രീതിയിൽ ഉയരുന്നുണ്ടല്ലോ. പാർട്ടി ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ച ജോലി P ശശി ചെയ്തില്ല. പോലീസിലെ പ്രശ്നങ്ങൾ അറിയാനും ഗവൺമെൻറ്റിനെ അറിയിക്കാനുമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി സാധാരണ നിയോഗിക്കാറുള്ളതെന്ന് അൻവർ ചൂണ്ടിക്കാണിക്കുകയാണ്. ശശിക്കെതിരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് LDF കൺവീനർ പറഞ്ഞത്. പരാതി എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. P ശശിക്കെതിരെ 2 ദിവസത്തിനകം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് അൻവർ വ്യക്തമാക്കി. പോലീസിലെ RSS സംഘം ശബരിമല വിഷയത്തിലടക്കം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് പി അൻവർ ഈ വിവാദം ഉയർത്തി വിടുമ്പോൾ തുടക്കം മുതൽ തന്നെ ഒരു പരിധിവരെ P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് അദ്ദേഹം പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ, അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് P ശശിക്കെതിരെ പരാതി നൽകാതിരുന്നത് എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിറങ്ങിയ പി അൻവർ ഒരൽപ്പം ഒതുങ്ങിയ അൻവറായിട്ടാണ് കണ്ടത്. ഇനി പാർട്ടി ചെയ്തോളും, തൻ്റെ പണി കഴിഞ്ഞു എന്നാണ് അൻവർ പുറത്തിറങ്ങി വന്നപ്പോൾ പറഞ്ഞത്. അതേ അൻവർ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തുടരെ വീണ്ടും വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പാർട്ടിക്ക് അതീതനായി അൻവർ നിൽക്കുകയല്ല എന്ന ഈ സംശയം തന്നെയാണ് വളരെ കൃത്യമായി അൻവർ പുറത്തേക്കാണോ, അൻവർ ലക്ഷ്യമിടുന്നത് CPM-നെ കുത്താൻ തന്നെയുള്ള നീക്കമാണോ എന്ന സംശയം ഉയർന്നു വരുന്നത്. അതിന് കാരണം എം വി ഗോവിന്ദനെ പി അൻവർ കണ്ട ശേഷം MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത് P ശശിക്കെതിരെ അൻവർ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, അൻവർ ഈ നിലയിലായിരുന്നില്ല കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന അഭിപ്രായവും MV ഗോവിന്ദൻ പ്രകടിപ്പിച്ചു. അത് പാർലമെൻ്ററി പാർട്ടിയുണ്ട്, അതായത് പാർട്ടിയുടെ അൻവർ CPM അംഗമല്ലെങ്കിൽ പോലും പാർലമെൻ്ററി പാർട്ടിയിലുണ്ടല്ലോ, ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഉന്നയിക്കാതെ ഇപ്പോൾ ഈ പരസ്യ വിമർശനവും നീക്കങ്ങളുമായി രംഗത്ത് വന്നതിനെ തള്ളിക്കൊണ്ടാണെന്ന് MV ഗോവിന്ദൻ രംഗത്ത് വന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അന്ന് തന്നെ വളരെ കൃത്യമായി അൻവറിൻ്റെ ഈ ഒരു പരസ്യ നീക്കങ്ങളെ MV ഗോവിന്ദൻ മാസ്റ്റർ തള്ളിക്കളഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കും അതേ നിലപാട് തന്നെയാണ് ഉള്ളത് എന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ
അതായത് അൻവറിനൊരു സൂചന നൽകി, നിങ്ങൾ CPM രീതിയിലല്ല ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന്. പക്ഷെ അങ്ങനെയൊക്കെ നൽകിയ ശേഷവും തുടർച്ചയായി വീണ്ടും വീണ്ടും അൻവർ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അൻവർ എങ്ങനെയാണ് പിന്നെയും ശശിക്കെതിരെ പരാതിയുമായി പോകുമെന്ന് പറയുന്നത്? അൻവർ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊക്കെയുള്ള വാചകം പറയുമ്പോൾ അൻവർ യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ എന്താ പറയുക, സർവ്വസന്നാഹങ്ങളുമായി നിൽക്കുന്ന ഒരു പിണറായി സർക്കാർ, രാഷ്ട്രീയത്തിലെ അതികായനായ ശക്തനായ രാഷ്ട്രീയ നേതാവായ പിണറായി വിജയൻ, ആ പിണറായി വിജയൻ തൻ്റെ വകുപ്പിൽ നടക്കുന്നത് അറിയില്ല എന്ന് പറയുമ്പോൾ ശുദ്ധമായി പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പരാജയം കൂടിയല്ല. ഫലത്തിൽ ശശിയെയും ADGP MR അജിത് കുമാറിനെയൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അൻവർ പറയുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ അമ്പ് ചെന്ന് കൊള്ളുന്നത് അത് പിണറായി വിജയനിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രവുമല്ല, പാർട്ടിക്ക് വിധേയനായി തൻ്റെ പണി കഴിഞ്ഞു, ഇനി പാർട്ടിയെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ അൻവർ പക്ഷെ തുടർച്ചയായി പിന്നെയും 2-3 വാർത്താ സമ്മേളനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെയാണ് അൻവർ പാർട്ടിക്ക് വിധേയനല്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നതോടെ ഒരു പരിധിവരെ ഒരു പക്ഷേ അൻവർ CPMനെതിരായ വലിയ ആയുധമായി ഇത് ഉപയോഗിക്കുകയും ഫലത്തിൽ ഭാവിയിൽ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്, AICC അംഗമായിരുന്നു അൻവറിൻ്റെ പിതാവ്, അങ്ങനെ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള മുരളീധരനുമായൊക്കെ അടുത്ത ബന്ധമുള്ള അൻവർ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നടപടിയൊന്നും വരാതെ വരുമ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മുന്നണി മാറ്റത്തിലേക്കായിരിക്കുമോ നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ തന്ത്രങ്ങൾ, ഇപ്പോൾ PP വാസുദേവൻ ഒരിക്കലും അൻവറിനെ ഫലത്തിൽ വിശ്വസിക്കുന്ന കാഴ്ചയല്ല കണ്ടത്. ലക്ഷ്യം പിണറായിയാണ് എന്ന് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയാതെ പറയുന്നുണ്ട്. അൻവറിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പരിധിവരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ അടക്കം, ശശിധരനെ അടക്കം ഏറ്റവും ഒടുവിൽ മാറ്റുന്നു, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സുജിത് ദാസ് പിന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സസ്പെൻഷൻ അൻവറുമായി ഫോണിൽ സംസാരിക്കുന്ന തെളിവടക്കം പുറത്തു വന്നു. ഇനി സർക്കാരിന് അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ADGP MR അജിത് കുമാറിനെ ഇതുവരെയും തൊടാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ സർക്കാരിന് CPMന് അൻവറിൻ്റെ നീക്കങ്ങളെ ഒരൽപ്പം സംശയത്തോടെ കാണേണ്ടി വരുന്നത് കൊണ്ടാണോ ഇത് എന്നതാണ് വ്യക്തമാകേണ്ടത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. RSS ബന്ധം ഫലത്തിൽ ADGPയുമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിനും ഒരു ആയുധം കൊടുക്കുകയാണ് ചെയ്തത്. RSS ബന്ധം പിണറായി വിജയനാണുള്ളതെന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ADGP MR അജിത് കുമാർ പൂരം കലക്കാൻ വേണ്ടി RSS ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടത് എന്നും പറയുമ്പോൾ ഫലത്തിൽ അവിടെയും പിണറായിയാണ് ലക്ഷ്യമായി ഏറ്റവും ഒടുവിൽ എതിരാളികൾക്ക് ആയുധം നൽകി അൻവർ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? അൻവർ പുറത്തേക്കാണോ? അൻവറിൻ്റെ ലക്ഷ്യം അത് ആദ്യഘട്ടത്തിൽ MR അജിത്ത് എന്നൊക്കെ തോന്നിയാലും ലക്ഷ്യം പിണറായിയാണോ? അതിനും അപ്പുറത്തേക്ക് CPMനെ തന്നെ തീർത്തുകൊണ്ട് കണ്ടത്തിലേക്ക് ചാടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റു വിഷയവുമായി വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.